ഇത് പിന്നെ കോഴിക്കോട് നിന്ന് മണാലിയിലേക്കുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ. ഇതിപ്പോൾ കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. യാത്ര ഇഷ്ടപ്പെടാത്ത ആരാളുള്ളത് അല്ലേ? ട്രെയിനിലായാലും ബസ്സിലായാലും. ട്രെയിനിൽ ഇങ്ങനെ ആ ജനലിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പുറത്തെ കാഴ്ചകൾ നമ്മൾ കാണാത്തതും കേൾക്കാത്തതും അറിയാത്തതും എല്ലാ കാഴ്ചകളും ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളൊരു മനുഷ്യനും പിന്നെ എല്ലാം കണ്ടിട്ടും എല്ലാം അറിഞ്ഞു ഇരിക്കില്ല അല്ലേ? ചിലത് എത്രയോ ഉണ്ടാവും, അറിഞ്ഞവരുണ്ടാവും, എന്നാലും അവരുടെ ജീവിതത്തിലും അറിയാത്തതും കാണാത്തതും തിന്നാത്തതും പല ഇതും ഉണ്ടാവും അല്ലേ? അതുണ്ടാവും. ഒരിക്കലും ഒരു പൂർണ്ണമായിട്ട് ഒരു മനുഷ്യനിലും ഉണ്ടാവില്ല. ഇത് എൻ്റെ മോള് മണാലിയിലേക്ക് പോയതാണ് കേട്ടോ, ഞാൻ പോയതല്ല. അപ്പോൾ ഇത് പിന്നെ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു കേട്ടോ. താല്പര്യം വെച്ചാൽ മോള് യാത്ര ചെയ്യുന്നതും കാണുന്നതൊക്കെ ഇഷ്ടമാണ്. കാരണം നമ്മൾ കാണാത്തതും കൂടിയും കാണാനും അറിയാനും നമ്മളെ കുട്ടികൾ ചെയ്യുന്നത് കുട്ടികൾ അറിയാനും ആഗ്രഹമാണല്ലോ അല്ലേ? എല്ലാ ഉമ്മമാരും എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് മോള് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവൾ വീട്ടിൽ നിന്ന് തനിച്ചാണ് പാക്കേജ് ആയിരുന്നു. കൂടെയുള്ള ആൾക്കാരെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ മോള് പറഞ്ഞുമ്പോൾ നല്ല ഈറ്റിങ്ങളാണ്, നല്ല സ്വഭാവമാണ്, നല്ല നല്ല ജോലിയായിട്ട് നല്ല സ്വഭാവം. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലൊക്കെ ബോയ്സൊക്കെ സ്വന്തം പെങ്ങളെപ്പോലെ പെങ്ങന്മാരെ പോലെ ആയിട്ട് നല്ലോണം കരുതലുണ്ടായിരുന്നു. ഭയങ്കര കെയറിങ് ആയിരുന്നു എന്നൊക്കെ മോള് ഭയങ്കര അഭിപ്രായം എല്ലാവരെ പറ്റിയിട്ടും. നല്ല അഭിപ്രായം വെച്ചാൽ നല്ല അവൾക്ക് വളരെ ഒരുപാട് ഇഷ്ടമായ യാത്രയായിരുന്നു. അവൾ 10 ദിവസം പോയതായിരുന്നു. എനിക്ക് തീരെ ഒരു സമാധാനം ഇല്ലായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് തനിച്ചിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവളെ ഇഷ്ടമായിരുന്നു ഇങ്ങനെ മണാലി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത്. അങ്ങനെ മണാലിയിലേക്ക് 10 ദിവസത്തേക്ക്. അപ്പോൾ വണ്ടിയിൽ തന്നെ ഇരിക്കാനല്ലോ, പിന്നെ 2-3 ദിവസത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊക്കെ 3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സത്യം പറയാൻ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അവൾ വീട്ടിലെത്തുള്ളൂ, അത്രയ്ക്കും ടെൻഷനായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ യാത്ര പോകുന്നതൊക്കെ, ഒരുപാട് ഇഷ്ടമാണ്. ഞാനൊന്നും അങ്ങനെ ട്രെയിനിലൊന്നായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ ട്രെയിനിൽ ഇങ്ങനെ പോകാൻ. എന്നിട്ട് അതിൻ്റെ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകൾ, കാണാത്ത കാഴ്ചകളൊക്കെ, എന്തൊക്കെ കാഴ്ചകൾ കാണാം അല്ലേ? ഇത് വെച്ചാൽ ഡൽഹിയിലേക്കുള്ള വെച്ചാൽ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവുമല്ലോ. നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് എന്താന്നാ പറയുക, ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കത്. ഇതൊക്കെ കാഴ്ചകൾ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. വയലും പുഴകളും എല്ലാം ആയിട്ടല്ലേ, നല്ലൊരു കാഴ്ചയല്ല അത്. എനിക്കൊരുപാട് ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചകൾ തന്നെയാണിത്. അപ്പം മോളിങ്ങനെ വീഡിയോ അയച്ചു തന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇതൊന്നും ഇതൊന്നും ഇങ്ങനെ സംസാരിക്കണമെന്നല്ലേ. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ എന്ന് എനിക്കറിയാം. പിന്നെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മോള് പറയുമ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് മണാലി. പക്ഷേ ഇപ്പോൾ മഞ്ഞ് കുറവാണ്, എന്നാലും മഞ്ഞ് കുറച്ചുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു ബീച്ചൊക്കെ കാണാൻ, പക്ഷെ അത് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്കും പോകണം, ഇങ്ങനെ ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ തനിച്ച് കുട്ടികൾ വിടൂല, അത് വേറെ കാര്യം. എന്നാലും പോകണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് എൻ്റെ അടുത്തൊക്കെ പോയി വന്നവരൊക്കെ പറഞ്ഞു ഡൽഹിയിലത്തെ ഭക്ഷണമൊക്കെ വളരെ മോശമാണ്, ഇങ്ങനെ വയറിനൊന്നും അസുഖമായിരിക്കും. എന്നിട്ട് അത് കാരണം ഞാൻ കുറച്ചൊക്കെ മോൾക്ക് വീട്ടിൽ നിന്നൊക്കെ പിന്നെ കുറച്ചൊക്കെ വെച്ച് തിന്നാൻ പറ്റിയ ഫുഡൊക്കെ കുറച്ച് കൊടുത്തയച്ചിരുന്നു. അതേപോലെ തന്നെ അവളെ കൂടെയുള്ള കുട്ടികളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഓള് പറഞ്ഞ് ഒരു നല്ല ഹോട്ടലിലാണ് കയറിയത്, അതുകൊണ്ടായിരിക്കും എല്ലാ സ്ഥലവും പിന്നെ മലയാളികളെ ഹോട്ടൽ നോക്കിയിട്ടാണ് കയറിയതെന്നും പറഞ്ഞ്. അപ്പം മലയാളിയൊന്നുമല്ല, എല്ലാ ഹോട്ടലും നല്ല തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ ഓരോരുത്തർ കേട്ടതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ നല്ല അഭിപ്രായം കേട്ടോ, നമുക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല യാത്രയായിരുന്നു. എനിക്ക് പോകണം, ഇങ്ങനെ യാത്ര പോകണമെന്നുണ്ട്. ആ ട്രെയിനിൽ ഇങ്ങനെ കയറിയിട്ട്, വേറെ ഒന്നുമില്ലല്ലോ, ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു.